കാലിത്തീറ്റ വില വൻതോതിൽ വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ ക്ഷീരമേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒരു ചാക്ക് തീറ്റയ്ക്ക് 300 രൂപ വരെയാണ് കൂടിയത്. ഇതോടെ പശുക്കളെ വിറ്റൊഴിവാക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ഉൽപാദന ചെലവ് താങ്ങാനാകാതെ തൊഴുത്തുകൾ വിജനമാകുന്നതിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. മലയോര മേഖലകളിലെ ക്ഷീരകർഷകരുടെ ജീവിതമാണ് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 50 കിലോയുടെ കാലിത്തീറ്റയ്ക്ക് ചാക്കിന് 300 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 1350 രൂപയുണ്ടായിരുന്ന കാലിത്തീറ്റയ്ക്ക് ഇപ്പോൾ 1650 രൂപയായി. കിലോയ്ക്ക് 4 മുതൽ 10 രൂപ വർദ്ധിച്ചതോടെ പശുക്കളെ പോറ്റാൻ കർഷകർ നെട്ടോട്ടമോടുകയാണ്. ചോളം, സോയാബീൻ എന്നിവ എത്തനോൾ ഉൽപാദനത്തിനായി വൻതോതിൽ ഉപയോഗിക്കുന്നതാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതോടൊപ്പം പെട്രോൾ വില വർധനവ് മൂലം ചരക്ക് കൂലി കൂടിയതും തിരിച്ചടിയായി. 60 രൂപ പാലിന് വിലയായ സമയത്ത് പിന്നെ അതിന് ശേഷം കാലിത്തീറ്റയ്ക്ക് 300 രൂപ കൂട്ടിയിരിക്കുന്നു ചാക്കിൻ്റെ മുകളിൽ. അങ്ങനെ ഈ ആഴ്ചയിൽ കാലിത്തീറ്റ വില കൂടുതൽ, പാലിന് വില കുറവും. 300 രൂപ 50 പൈസ കൊടുക്കണം നമ്മൾ 1 കിലോ പുല്ലിന്. അതിന് 1 രൂപ സബ്സിഡി തരും പിന്നെ മിൽമേൻ്റെ. 2.50 വെച്ച് വില കൊടുക്കണം. അത് സമയത്തിട്ട് കിട്ടൂല. ഇപ്പം 4 ഉള്ളൂ, ബാക്കിയൊക്കെ വിറ്റു. ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ തന്നെ ഇപ്പോൾ മൊത്തം നടന്നു നോക്കിയാൽ അറിയാലോ, പശുക്കൾ എണ്ണം കുറഞ്ഞല്ലോ, ഇല്ലല്ലോ. എത്രയോ പശുക്കൾ ഉണ്ടായിരുന്നാണ്, വളരെ കുറഞ്ഞ പശുക്കൾ എല്ലാം വിറ്റ് ആൾക്കാർ മുഴുവൻ കൂലിപ്പണിക്ക് പോവുകയാണ്. നിലവിൽ വയനാട്, പുൽപ്പള്ളി, പൂതാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ തനത് ഫണ്ട് ഉപയോഗിച്ച് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ഈ മാതൃക സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. സ്വന്തമായി കാലിത്തീറ്റ കമ്പനികളുള്ള സംസ്ഥാന സർക്കാരിന് സബ്സിഡി നൽകാൻ പ്രയാസമുണ്ടാവില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് സബ്സിഡി ലഭ്യമാക്കുമെന്നാണ് ക്ഷീര കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, വയനാട്.